വയനാട് വരയാൽ സ്വദേശിനി ഷൈനി എന്ന യുവതിയെ കാണാതായത് 2005 ഏപ്രിലാണ്. അന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. സാധാരണ ഒരു തിരോധാന കേസ് പോലെ പോലീസ് ഷൈനിയെക്കുറിച്ച് അന്വേഷിച്ചു. പക്ഷേ യാതൊരു വിവരവും ലഭിച്ചില്ല. അതോടെ കേസ് ഡയറിയും അടച്ചു. 18 വർഷത്തിന് ശേഷം ഷൈനിയുടെ തിരോധാന കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത് സഹോദരി ബീനയാണ്. ഷൈനിയെ കൊന്നു കുഴിച്ചു മൂടിയതാണെന്ന് സംശയിക്കുന്നതായി സഹോദരിയുടെ പരാതിയിൽ പറയുന്നു. ഇവരുടെ സഹോദരൻ നിതീഷിന് നേർക്കാണ് ആരോപണം ഉന്നയിക്കുന്നത്. എന്നാൽ പോലീസ് വീടിന്റെ പരിസരത്ത് കുഴിയെടുത്ത് പരിശോധിച്ചെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തന്റെ സഹോദരി ഷൈനിയെ സഹോദരൻ നിതീഷ് സ്വത്ത് കൈക്കലാക്കാൻ 2006 കൊലപ്പെടുത്തിയെന്നാണ് വരയാൽ 41 മൈൽ കുറ്റിലക്കാട്ടിൽ ബീനയുടെ ആരോപണം. പരാതിക്കാരി ബീനയ്ക്ക് 7 സഹോദരങ്ങളാണുള്ളത്. ഇതിൽ ഷൈനിയെ 2005 ഏപ്രിൽ മുതൽ കാണാതായി. ഇവരുടെ അമ്മയോടൊപ്പമാണ് ഷൈനി താമസിച്ചു വന്നിരുന്നത്. ഈ സമയം ബീന വിദേശത്തായിരുന്നു. ഇടയ്ക്ക് അവധിക്ക് നാട്ടിൽ വന്നപ്പോഴാണ് ഷൈനിയെ കാണാതായ വിവരം അറിയുന്നത്. ഹോം നഴ്സായി ജോലി ചെയ്തു വന്നിരുന്ന ഷൈനിയുടെ കൈവശം ധാരാളം പണവും സ്വർണവും ഉണ്ടായിരുന്നെന്നും അത് സ്വന്തമാക്കാനാണ് ഷൈനിയെ കൊന്ന് വീടിന് സമീപം കുഴിച്ചുമൂടിയതെന്നും ബീന ആരോപിക്കുന്നു. എനിക്കത് 35 ലക്ഷത്തിന്റെ വീട് പറഞ്ഞിട്ട് അത് പൊളിക്കാൻ പറ്റിയാൽ ഇവിടെ എങ്ങാനുമാണോ ഷൈനീനെ അടക്കിയേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം അമ്മ എന്നോട് പറഞ്ഞു അതെല്ലാം ഡെഡ് ബോഡി ശവം ഫോറസ്റ്റിലേക്ക് മാറ്റിയത്. പക്ഷെ ഞാൻ ഒരിക്കലും അത് വിശ്വസിച്ചില്ല. ശവം ഫോറസ്റ്റിലേക്ക് അന്ന് മാറ്റാൻ ഒരു വഴിയില്ല, ഇവിടെ റോഡില്ല, തന്നെയല്ല ഇത് ചുറ്റിലും അയൽപക്കമാണ്. അങ്ങനെയാണ് എൻ്റെ ബ്രദർ പറഞ്ഞ ഒരു വിവരം എനിക്ക് കിട്ടി, ഈ കക്കൂസ് ടാങ്കിൽ താത്തിയിട്ടുണ്ടെന്ന്. അപ്പം വേറെ എൻ്റെ അയൽപക്കത്തുള്ള എൻ്റെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു ഈ പട്ടിക്കൂടിൻ്റെ അടിയിൽ ഒരു മണ്ണ് മാറി ഓലയിട്ട് ഇങ്ങനെ കിടന്നിരുന്നുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ബീന തലപ്പുഴ പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് മാനന്തവാടി ഡിവൈഎസ്പി PL ഷൈജുവിന്റെ നേതൃത്വത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായാണ് ഷൈനിയും കുടുംബവും മുൻപ് താമസിച്ചിരുന്ന വീടിന്റെ മുറ്റത്തിനോട് ചേർന്ന ഭാഗവും മറ്റും ഹിറ്റാച്ചി ഉപയോഗിച്ച് കുഴിയെടുത്ത് പരിശോധിച്ചത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റായ മാനന്തവാടി തഹസിൽദാർ MG അഗസ്റ്റിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. എന്നാൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പരാതിയുമായി മുന്നോട്ടു പോകാനാണ് ബീനയുടെ തീരുമാനം. അതേസമയം സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടുള്ള വിദ്വേഷം കൊണ്ടാണ് ബീന തനിക്കെതിരെ പരാതി നൽകിയതെന്നാണ് ആരോപണ വിധേയനായ നിതീഷ് പറയുന്നത്. ന്യൂസ് 18 വയനാട്.